സിനിമാ പ്രേമികൾക്ക് ഏറെ ഹരം നൽകുന്ന മാസമായിരുന്നു ഫെബ്രുവരി. പ്രണയം നമ്മെ ഉന്മാദലഹരിയിൽ ആക്കുമ്പോൾ സിനിമ നമ്മെ ത്രസിപ്പിക്കുന്നു. പ്രേമലവും ബ്രഹ്മയുഗവും തിയേറ്ററിൽ നിറഞ്ഞാടുമ്പോൾ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ സുഹൃത്തുക്കൾ എന്ന സന്ദേശവുമായാണ് മഞ്ഞുമൽ ബോയ്സ് റിലീസാവുന്നത്. ജാനേമനിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ്. നല്ല സിനിമകൾ കാണാനും അത് ആസ്വദിക്കാനും അന്നും ഇന്നും പ്രേക്ഷകരുണ്ട്. എറണാകുളം ജില്ലയിലെ മഞ്ഞുമൽ സ്വദേശികളായ സുഭാഷും കൂട്ടുകാരും ചേർന്ന് 2006 സെപ്റ്റംബർ 3 കൊടൈക്കനാലിലേക്ക് യാത്ര തിരിച്ചു. കൊടൈക്കനാൽ പാറക്കെട്ടുകളാൽ ചുറ്റപ്പെട്ടതും മൂടൽമഞ്ഞുകൊണ്ട് മനോഹരവുമാണ്. അവിടെയുള്ള ഗുണ കേവുകൾ ഭൂമിയോളം തന്നെ പഴക്കവുമുണ്ട്. ഗുണ കേവുകൾ ഒരു ഗുഹയല്ല, പാറക്കെട്ടുകളിൽ പല ആഴവും പല വലിപ്പത്തിലുമുള്ള ചെറുതും വലുതുമായ ഗുഹകളാണ്. ഇവിടെ വെച്ച് ചിത്രീകരിച്ച സൂപ്പർ ഹിറ്റ് കമലഹാസൻ ചിത്രമായ ഗുണ റിലീസ് ആയപ്പോൾ മുതലാണ് ഡെവിൾസ് കിച്ചൺ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സ്ഥലം പിന്നീട് ഗുണ കേവുകളായി മാറിയത്. ഗുണ കേവിൽ എത്തിയപ്പോൾ പ്രകൃതി ഭംഗി ആസ്വദിച്ചും ഉല്ലസിച്ചും ഫോട്ടോ എടുത്ത് എല്ലാം മറന്ന് യുവത്വം ഉല്ലസിക്കുന്ന ഇവർക്കിടയിൽ ആരും അറിയാതെ ഒരു അപകടം ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ഘോരമായ മഞ്ഞും മഴയുമുള്ള സെപ്റ്റംബർ 4 കൊടൈക്കനാലിലെ ഗുണ കേവിൽ ഇവർ എത്തുന്നത്. അവിടെ വെച്ച് ഒറ്റ സുഹൃത്തായ സുഭാഷ് ഒരു ഗുഹയിലേക്ക് അങ്ങ് വീഴുകയായിരുന്നു. 15 മിനിറ്റോളം ഇവർ നിശബ്ദമായി നിന്നു. പിന്നീട് എവിടെ നിന്നോ ആത്മവിശ്വാസം ഇവരെ തേടിയെത്തി. സുഭാഷിനെ വിളിക്കുകയും അവന് ആത്മവിശ്വാസവും ധൈര്യവും കൊടുക്കുകയും അതിനോടൊപ്പം തന്നെ അവൻ ഉറങ്ങിപ്പോകാതെ നോക്കുകയും ചെയ്തു. ഘോരമായ മഴ പെയ്തിട്ടും കൂട്ടുകാരനെ രക്ഷപ്പെടുത്താനുള്ള ചിന്തയിൽ എല്ലാം മറന്ന് ഗുഹയിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള വഴികൾ ചിന്തിക്കലായി ഇവരുടെ ജോലി. പാറക്കെട്ടിൽ നിന്ന് ഒഴുകുന്ന വെള്ളവും കല്ലുകളും ഗുഹയിലേക്ക് പോകാതെ വഴിതിരിച്ചു വിടുകയും ഫയർഫോഴ്സിനെ വിളിക്കുകയും ചെയ്തു. ഫയർഫോഴ്സുകാരുടെ അലസമായ മനോഭാവവും നാട്ടുകാരുടെ മരണ സർട്ടിഫിക്കറ്റും ഇവരുടെ ചിന്തകളെ അലോസരപ്പെടുത്തിയെങ്കിലും ദൈവത്തിലുള്ള വിശ്വാസം ഇവരുടെ കരങ്ങൾക്ക് ധൈര്യം പകർന്നു. ഈ നിമിഷം സുഭാഷ് പാറക്കെട്ടിൽ തണുത്തു വിറങ്ങലിച്ച് മരണത്തെ മുഖാമുഖം കാണുകയായിരുന്നു. 600 അടി താഴ്ചയുള്ള ഗർത്തത്തിൽ എന്തു ചെയ്യണമെന്നറിയാതെ സുഭാഷ് അങ്ങനെ മണിക്കൂറുകളോളം നിന്നുപോയി. കൂട്ടുകാർ ആശ്വാസവചനങ്ങൾ ഉച്ചരിക്കുകയും മരണത്തിന് കൂട്ടുകാരനെ വിട്ടുകൊടുക്കില്ല എന്ന ദൃഢനിശ്ചയവും ഇവരുടെ മനസ്സിന് ഉണ്ടായിരുന്നു. അങ്ങനെ ഇവർ ഒരു തീരുമാനമെടുത്തു, കൂട്ടുകാരനെ ഇവർ രക്ഷിക്കുമെന്ന്. കുട്ടൻ എന്ന പേരായ കൂട്ടുകാരൻ എല്ലാ ആത്മവിശ്വാസവും കൈമുതലാക്കി ഊർജ്ജസ്വലതയോടെ കുഴിയിലേക്ക് ഇറങ്ങി. സുഭാഷിനെ കണ്ടതും കൂട്ടുകാരന് സന്തോഷമായി. ഇവർ പരസ്പരം കൈകൾ കോർത്ത് ഗുഹയിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നു. ഈ പശ്ചാത്തലമാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രത്തിലൂടെ അവതരിപ്പിക്കുന്നത്. ഇതിലെ എല്ലാ നടന്മാരും അവരവരുടെ റോളുകൾ വളരെ ഭംഗിയായി അവതരിപ്പിച്ചിട്ടുണ്ട്. സൗഹൃദത്തിൻ്റെ ചില്ലയിലാണ് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ പൂത്തതെന്ന് ഈ സിനിമ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പുതിയ വാർത്തകൾ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.